പ്രിയപ്പെട്ടവരെ, ഒരു 10 സെന്റ് സ്ഥലം നമുക്ക് നികത്തി മണ്ണ് കഴിച്ചത് നികത്തി വർക്ക് ചെയ്യുന്നതിന് എത്ര മണ്ണ് ആവശ്യമായി വരും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതൊരു 10 സെന്റിന്റെ പ്ലോട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ അതിൽ കൂടുതൽ കയറ്റും താഴ്ചയിലും കൂടുതലുള്ള ഭൂമിയുണ്ടാവും, കുറവുള്ള ഭൂമിയുണ്ടാവും. 3 അടി 4 അടി 6 അടി എത്ര താഴ്ചയും. ഇപ്പൊ നമ്മളിവിടെ ഒരു 3 അടി കയറ്റുള്ള ഒരു ഭൂമിയാണ് 10 സെന്റ് സ്ഥലം ഉള്ളതാണ് നമ്മൾ നോക്കാം. ഈ നികത്താനുള്ള ഭൂമിയുടെ മണ്ണിന്റെ അളവാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു സെന്റ് സ്ഥലത്ത് ഒരു സെന്റ് സീക്രട്ടു 435.6 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു സെന്റ്. അപ്പൊ നമുക്കിവിടെ 10 സെന്റ് ആണ് വേണ്ടത്. അപ്പൊ 10 സെന്റ് 10 ഇൻറ്റു 435.6 4356 സ്ക്വയർ ഫീറ്റ് സ്ഥലമാണുള്ളത് 10 സെന്റ്. അപ്പൊ നമുക്കിവിടെ ഒരടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 4350 സ്ക്വയർ ഫീറ്റ് മതി ഒരടി നേരത്തേക്കുള്ളൂ. ഇപ്പൊ നമുക്ക് 3 അടി നേരം. അപ്പൊ അത് കണ്ടുപിടിക്കാം. 3 ഇൻറ്റു 4356 4356 ഇൻറ്റു 3 13068 സ്ക്വയർ ക്യൂബ് മണ്ണ് നമുക്ക് വേണം ഈ 10 സെന്റ് സ്ഥലം നികത്താനായിട്ട് 3 അടി കയറ്റി. പക്ഷെ നമുക്കറിയാം, ഈ മണ്ണടിച്ച് നിരത്തി കഴിയുമ്പോൾ മണ്ണ് ഇരിക്കും. അപ്പൊ അടിച്ചിടുന്ന മണ്ണ് കൃത്യമായിട്ടുണ്ടാവും. ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു വിവാദമാണ്. മണ്ണടിച്ചു പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ മണ്ണ് വീഴുന്നു, ചെയ്ത വർക്കുകളൊക്കെ ഡാമേജ് ആയി. അത് എല്ലാ വർക്കുകളിലും സംഭവിക്കും. അപ്പൊ നമ്മൾ കൂടുതൽ മണ്ണടിച്ചിട്ട് ഒരു വർഷക്കാലം വേനൽക്കാലമെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ആ മണ്ണൊക്കെ തീരുന്ന സെറ്റ് ആവും. അപ്പൊ അതിന് നമ്മൾ കൃത്യമായിട്ട് 1368 സ്ക്വയർ ഫീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ വർക്ക് നടക്കില്ല. കാരണം അപ്പൊ മണ്ണ് എനിക്ക് വീട് കൂടിയും. അപ്പൊ നമ്മൾ കൂടുതൽ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 1368 ഇൻറ്റു 1.33 നമുക്ക് എത്രയാണ് മണ്ണടിക്കുന്നതിന് 1.33 1.33 17,380 സ്ക്വയർ ക്യൂബ്. ഇത്രയും മണ്ണടിച്ച് നിരത്തി കഴിഞ്ഞാൽ ഈ മണ്ണ് മഴയും വെയിലും കൊണ്ടിരുന്ന് ഏകദേശം കറക്റ്റ് ലെവലായിട്ട് കിട്ടും. ഇതിപ്പോ കൂടുതൽ എന്തുകൊണ്ട് അടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ നനഞ്ഞു കഴിയുമ്പോൾ മഴവെള്ളമൊക്കെ ഇറങ്ങി മണ്ണി നല്ല സെറ്റ് ആവും. അപ്പൊ നല്ല ഉറച്ച ശേഷം വർക്കുകൾ ചെയ്യണം. അല്ല ഇപ്പൊ പില്ലറും ബീമും ഒക്കെ വെച്ചുകൊണ്ടുള്ള വലിയ കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ അത്ര ഇഷ്യൂ ഇല്ല. മണ്ണടിച്ച് കുറച്ചാണെങ്കിലും ചെയ്യാം. എന്നാലും മണ്ണിരുന്ന ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്കപ്പോ ഈ മണ്ണടിക്ക് എത്ര യൂണിറ്റ് മണ്ണ് ആവശ്യമായിട്ട് വരുന്നു നോക്കാം. അപ്പൊ ഒരു യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 അടിയാണ്. അപ്പൊ നമ്മൾ 9 യൂണിറ്റിന്റെ ടോറസ് ആണ് ഉപയോഗിക്കുന്നത്. 9 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 900. ഒരു 9 യൂണിറ്റ് ടോറസ് എന്ന് പറഞ്ഞാൽ 900 അടിയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ 17,380 ഇത് മണ്ണ് സ്ക്വയർ ക്യൂബ് മണ്ണാണ്. അപ്പൊ 17,380 ഹരണം 900 17,380 ഹരണം 900 19.31. അതായത് നമുക്ക് 19 ലോഡ് 9 യൂണിറ്റിന്റെ ടോർച്ച് ഉണ്ടെങ്കിൽ ഈ 10 സെന്റ് സ്ഥലം അത് വൃത്തിയായിട്ട് നേരത്തെ
അപ്പൊ നമ്മളൊരു മണ്ണടിക്കുമ്പോൾ തന്നെ കുറച്ച് ഹൈറ്റിലായിരിക്കും കിടക്കണം. ഈ 10 സെന്റിന് നമുക്ക് എത്രയാണോ ലെവല് വേണ്ട അതിന് കുറച്ച് ഹൈറ്റിൽ മണ്ണ് കിടക്കുന്നത്. പക്ഷെ അത് നോക്കണ്ട, കാരണം ഈ മഴ വെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് സെറ്റാവും. സെറ്റായി കഴിയുമ്പോൾ ഏകദേശം സെറ്റായി കഴിഞ്ഞു ഏകദേശം ഈ ലെവലിലേക്ക്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവ ഇതേപോലെയുള്ള കൺസ്ട്രക്ഷൻ വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ട ടിപ്സുകൾ ഒരുപാട് എൻ്റെ വീഡിയോസിലുണ്ട്. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. എൻ്റെ തുടർന്നുള്ള വീഡിയോകൾ കിട്ടാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.